BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഗുദൈബിയയിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി അണച്ചു. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ ഒന്നിലാണ് തീപിടുത്തമുണ്ടായത്. മുൻകരുതലിന്റെ ഭാഗമായി താമസക്കാരെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. വൈദ്യുതി വയറിംഗിലെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ തലശ്ശേരി നിയമസഭാംഗവും കേരള നിയമസഭാ സ്പീക്കറുമായ AN ഷംസീറിനെ തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ ഭാരവാഹികളായ ഫുഹാദ് KP, സാദിഖ് കുഞ്ഞിനെല്ലി, VP ഷംസുദ്ദീൻ, നവാസ്, ഷമീം കാത്താണ്ടി, ഫിറോസ് മാഹി, ഐമൻ സാദിഖ് എന്നിവർ സന്ദർശിച്ചു. അൽ ഹിദായ സെന്റർ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പിൽ 125ഓളം പേർ രക്തം നൽകി. അൽ ഹിദായ ചെയർമാൻ ഷെയ്ഖ് സൊലാഹ് ബുഹസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹംസ K ഹമദ്, VP അബ്ദുറസാഖ്, MM റിസാലുദ്ദീൻ, MP സക്കീർ ഹുസൈൻ, മുഹമ്മദ് നസീർ, അബ്ദുൽ ഗഫൂർ പാടൂർ, സമീർ അലി, TP അബ്ദുൽ അസീസ്, ഷംസീർ OV, സുഹാദ് ബിൻ സുബാർ, അബ്ദുൽ ലത്തീഫ് CM, നിഷാദ് ഹിദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തകരായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത, പ്രദീപ് പുറവങ്ങര, ഗഫൂർ കൈപ്പമംഗലം, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ബഷീർ വെളിയങ്കോട് എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. രക്തദാനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഹംസ മേത്ത, ബിനു ഇസ്മായിൽ, ഷമീർ ബിൻ ബാബ, ലത്തീഫ് അലിയമ്പത്ത്, ഹംസ റോയൽ, കോയ ഈസ ടൗൺ, ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്, സാദിഖ് ബിൻ യഹ്യ, അബ്ദുസലാം ചങ്ങരംചോല, സലീം പാടൂർ, സുഹൈൽ ബിൻ സുബൈർ, നവ്സിൻ, സിദ്ദിഖ് മനാമ, അബ്ദുൽ വഹാബ്, ഫഹദ് സക്കീർ ഹുസൈൻ, സഹീൻ നിബ്രാസ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. പാലക്കാട് ജമിയ ഹസനിയ ബഹ്റൈൻ കമ്മിറ്റി EK ഹസൻ മുസ്ലിയാർ അനുസ്മരണവും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിച്ചു. ഉമ്മുൽ ഹസം സുന്നി സെന്ററിൽ അബ്ദുൾ റസാഖ് ഹാജി ഇടിയങ്കരയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം ICF ബഹ്റൈൻ നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. യൂനുസ് സഖാഫി നന്നമ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി. ICF ഇന്റർനാഷണൽ കൗൺസിൽ പ്രവർത്തക സമിതി അംഗം ഉസ്മാൻ സഖാഫി, SJM ജനറൽ സെക്രട്ടറി അബ്ദുറഹീം സഖാഫി വരവൂർ എന്നിവർ സംസാരിച്ചു. അബ്ദുസമദ് കാക്കടവ്, നൌഫൽ മയ്യേരി, അബ്ബാസ് മണ്ണാർക്കാട്, ഉമർ ഹാജി ചേലക്കര എന്നിവർ സംബന്ധിച്ചു. മുഹീദ്ദീൻ കുട്ടി ഹസനി മോളൂർ സ്വാഗതവും അസ്കർ താനൂർ നന്ദിയും പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായ റിഫ ഏരിയ സമ്മേളനം മാമർ ഗ്രാൻഡ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്നു. ജോയിന്റ് സെക്രട്ടറി സാജൻ നായർ സ്വാഗതം ആശംസിച്ചു. സമ്മേളനം ഏരിയ കോർഡിനേറ്റർ കോയിവിള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. KP പ്രസിഡന്റ് നിസാർ കൊല്ലം സംസാരിച്ചു. 2 വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ഷിബു സുരേന്ദ്രനും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ മജു വർഗീസും അവതരിപ്പിച്ചു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി ഏരിയ കോർഡിനേറ്റർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളായി ഷിബു സുരേന്ദ്രനെയും മജു വർഗീസിനെയും തെരഞ്ഞെടുത്തു. പ്രഖ്യാപനം ഏരിയ കോർഡിനേറ്റർ കോയിവിള മുഹമ്മദാണ് നടത്തിയത്. പുതുതായി തെരഞ്ഞെടുത്ത ഏരിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കാവനാട് നടത്തി. പ്രസിഡന്റായി സുരേഷ് ഉണ്ണിത്താൻ, സെക്രട്ടറിയായി സാജൻ നായർ, ട്രഷററായി അനന്തു ശങ്കർ, വൈസ് പ്രസിഡന്റ് ജമാൽ കോയിവിള, ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അബ്ദുൽ ലത്തീഫ്, ശശിധരൻ, ബിനു ഉച്ചിറ എന്നിവരെയും തെരഞ്ഞെടുത്തു. നിയുക്ത കമ്മിറ്റിയുടെ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജഗത് കൃഷ്ണകുമാർ, രാജ്കൃഷ്ണൻ, കിഷോർ കുമാർ, സന്തോഷ് കാവനാട്, അനോജ് മാസ്റ്റർ, ബിനു കുണ്ടറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിയുക്ത ട്രഷറർ അനന്തു ശങ്കർ നന്ദി രേഖപ്പെടുത്തി. OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ബുധയിൽ അൽ കൊമഡ് എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനി കോമ്പൗണ്ടിൽ ആസ്റ്റൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ ഈസ മുഹമ്മദ്, ഗായത്രി മീന എന്നിവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് വിവിധ ഫണ്ട് ഗെയിമുകളും സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. സമാപന പരിപാടിയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ നെൽസൺ വർഗീസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗം OICC ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി മനു മാത്യു, EV രാജീവൻ, ഗായത്രി മീനകുമാരി, ദേശീയ വൈസ് പ്രസിഡന്റ് സിൻസൺ പുലിക്കോട്ടിൽ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് ഐലക്കാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ തോമസ് നന്ദി പറഞ്ഞ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ചെറിയാൻ, ദേശീയ വൈസ് പ്രസിഡന്റ് നസീം തൊടിയൂർ, ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോളി ജോർജ്, ജില്ലാ കമ്മിറ്റി ട്രഷറർ സാബു പൗലോസ്, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷിലിൻ ആന്റണി, ഉമർ പാനായിക്കുളം എന്നിവർ പങ്കെടുത്തു.
ഇന്ത്യൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഗണിത മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ചു. സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നടന്ന വാശിയേറിയ ഗണിത മത്സരത്തിൽ ഇന്ത്യൻ സ്കൂളിലെ ഹിബാബി മുഹമ്മദ് മാത്സ് വിസാർ കിരീടം നേടി. ബഹ്റൈനിലെ 15 സ്കൂളുകളിൽ നിന്നായി മത്സരത്തിനെത്തിയ 192 പേരെ പിന്തള്ളിയാണ് ഹിബ കിരീടം നേടിയത്. ഇന്ത്യൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച സംഹിത് ഇഡ്ല ശ്രദ്ധേയമായ പ്രകടനത്തോടെ ഫൈനൽ റൗണ്ടിലെത്തി സ്കൂൾ ടോപ്പർ ബഹുമതി നേടി. ഹിബയും സഹിതും ഇന്ത്യൻ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാർഗദർശനം നൽകിയ എല്ലാ ഗണിതാധ്യാപകരെയും വിശിഷ്യ അനിത ഷാജൻ, സ്റ്റെല്ല മേരി, ബിനിരാജ് എന്നിവരെയും ഗണിത വകുപ്പ് മേധാവി ബിജോ തോമസ് അഭിനന്ദിച്ചു. ആക്ടിവിറ്റീസ് ഹെഡ് ടീച്ചർ ശ്രീകല നായർ സ്കൂളിന്റെ പങ്കാളിത്തം ഏകോപിപ്പിച്ചു. MG സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാന് ക്യാമ്പസ് വിലക്കെന്ന ആരോപണത്തിൽ പ്രതികരിക്കാതെ SFI. വിഷയം അറിഞ്ഞില്ലെന്നാണ് SFI പ്രതിനിധിയായ യൂണിവേഴ്സിറ്റി ചെയർമാൻ പറയുന്നത്. പരാതിക്കാരിയും ആരോപണ വിധേയനും SFI പ്രവർത്തകരായതിനാൽ സംഘടന തന്നെ വിധി നടപ്പാക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് DSU ചെയർമാന് ക്യാമ്പസ് വിലക്കെന്ന സംഭവം അറിഞ്ഞില്ലെന്ന് യൂണിവേഴ്സിറ്റി ചെയർമാൻ പറയുന്നത്. മലപ്പുറം സ്വദേശിയായ 1ാം വർഷ ജെൻഡർ സ്റ്റഡീസ് വിദ്യാർത്ഥിയായ DSU ചെയർമാനാണ് ക്യാമ്പസ് വിലക്കെന്ന ആരോപണം ഉയരുന്നത്. SFI പ്രവർത്തകരായ വിദ്യാർത്ഥിനി പരാതി നൽകിയതിന് പിന്നാലെ യൂണിയൻ ചെയർമാൻ മർദ്ദനമേറ്റു. 3 മാസമായി ചെയർമാൻ ക്യാമ്പസിലും ഹോസ്റ്റലിലും എത്തുന്നില്ല. SFIക്കാർക്കെതിരായ പരാതികളിൽ അവർ തന്നെ പോലീസും കോടതിയുമാവുന്നു എന്നാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. മദ്യപിച്ചെത്തിയ KSRTC ഡ്രൈവറെ വിജിലൻസ് സ്ക്വാഡ് പിടികൂടി. മുലമറ്റത്ത് നിന്ന് പുലർച്ചെ 4 തിരുവനന്തപുരത്തിന് പുറപ്പെടുന്ന ബസ്സിലെ ഡ്യൂട്ടിക്കെത്തിയ K മുരുകനെയാണ് പിടികൂടിയത്. മുരുകനെ സസ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടിക്ക് ഹാജരാകാതെ സർവീസ് മുടക്കിയതിന് മുലമറ്റം ഡിപ്പോയിലെ ഡ്രൈവർ സോജിൻ പോളിനെയും സസ്പെൻഡ് ചെയ്തു. +1 വിദ്യാർത്ഥിനിയായ 16-കാരിയുടെ 27 ആഴ്ച പിന്നിട്ട് ഗർഭമലസിപ്പിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. 19 വയസ്സുള്ള കാമുകനാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. ബലാത്കാരത്തിനായി ഗർഭിണിയായ സംഭവത്തിൽ ഗർഭചിത്രത്തിന് അനുമതി നിഷേധിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണെന്ന ഉത്തരവിൽ ജസ്റ്റിസ് കൗസർ എടപ്പങ്കത്ത് നിരീക്ഷിച്ചു. വിവാഹേതര ബന്ധത്തിലെ ലൈംഗിക അതിക്രമത്തിനോ ഇരയായി ഗർഭിണിയായതിനാണെങ്കിൽ ഇര അനുഭവിക്കുന്നത് വലിയ ദുരിതമായിരിക്കും. ബലാത്കാരത്തിനിരയായി ഗർഭിണിയായ യുവതിക്ക് കുട്ടിക്ക് ജന്മം നൽകാൻ നിർബന്ധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. 16-കാരനെതിരെ കണ്ണൂർ ജില്ലയിൽ പോക്സോ അടക്കം ചുമത്തി കേസുകളുണ്ട്. മകളുടെ ഗർഭം അലസിപ്പിക്കാൻ അനുമതി തേടി അമ്മയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 ആഴ്ച വരെയായി ഗർഭം അലസിപ്പിക്കാനേ നിയമം അനുമതി നൽകുന്നുള്ളൂ. നേരത്തെ 20 ആഴ്ച വരെയായ ഗർഭം അലസിപ്പിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. 21-ൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് പ്രത്യേക സാഹചര്യത്തിൽ 24 ആഴ്ച വരെയായി ഗർഭം അലസിപ്പിക്കാൻ അനുവാദം നൽകുന്നത്. ഹർജിക്കാരിയുടെ മകളെ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിൽ 27 ആഴ്ച പിന്നിട്ടതായി കണ്ടെത്തിയിരുന്നു. ഗർഭം തുടരുന്നത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു. ചൈൽഡ് കെയർ ഹോമിൽ താമസിക്കുന്ന കുട്ടിയുടെ ദുർബല ജീവിത സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഗർഭചിത്രത്തിന് അനുമതി നൽകിയത്. അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. വിലപിടിപ്പുള്ളതോ അല്ലാത്തതോ ആയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകി. അധ്യയന വർഷ അവസാന ദിനത്തിൽ ക്ലാസുകളിൽ യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വില കൂടിയ ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്നുണ്ട്. വസ്ത്രങ്ങൾ, വാച്ച്, ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ, ഫോട്ടോ പതിച്ച കേക്ക്, കപ്പ്, ഗ്ലാസ് തുടങ്ങിയവയാണ് അധ്യാപകർക്ക് സമ്മാനമായി നൽകുന്നത്. പലയിടത്തും അത്തരം രീതികൾ ഒരു ശൈലിയായി മാറുകയും ചെയ്തതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി ലഭിച്ചു തുടങ്ങിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയ 94-കാരൻ അറസ്റ്റിൽ. പുന്നിയൂർക്കുളം അവണൂട്ടുകൾ വീട്ടിൽ കുട്ടനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയിൽ നിന്ന് സാധനം വാങ്ങി തിരികെ പോകുകയായിരുന്ന 11 വയസ്സുകാരിയെ മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞ് കുട്ടൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. വീടിന്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു. വയോധികനെ തള്ളിമാറ്റി രക്ഷപ്പെട്ട കുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.